ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മളിതിന് മുമ്പ് യു കെയിൽ ഒരു ബഹളം, ഒരു ലഹളയൊക്കെ ഉണ്ടായ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അത് പൊരിഞ്ഞടിയാണ് അവിടെ. ശരിക്കും പോലീസിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ക്ലാഷ് നടക്കുന്നത്. ഈ ക്ലാഷ് നടക്കുന്നത് യു കെയിലുള്ള ലോക്കൽസ് അഥവാ ഇംഗ്ലീഷുകാർക്കും അതുപോലെ തന്നെ ഈ കുടിയേറ്റക്കാർക്കും ഈ ലോക്കൽസിനും തമ്മിലാണ് ഈ ഒരു ലഹള നടക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലോക്കൽസിനെ അപമാനിക്കുക എന്നുള്ളത്, ലോക്കൽസിനെ അബ്യൂസ് ചെയ്യുക എന്നുള്ളത് യു കെയിൽ ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ എമിഗ്രൻറ്റുകൾ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. കാരണം ഇത് 2 വർഷത്തിന് മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം ഇങ്ങനെ പൊന്തി വന്നതാണ്. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ട് വന്ന ഒരു വിഷയം ആ ഒരു ടൈമിൽ 2 വർഷത്തിന് മുമ്പ് ഇതേപോലെ തന്നെ ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇതേപോലെ ഇംഗ്ലീഷുകാർ ഈ ഒരു പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്നത്തെ സർക്കാരിനെതിരെ. പക്ഷെ അതൊരു പരിധിവരെ കെട്ടടങ്ങി ഒരു സമാധാനത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു യു കെയിൽ നിലനിന്നിരുന്നത്. അതിലുപരിയായിട്ട് യു കെക്കുള്ളിൽ അനധികൃത കുടിയേറ്റക്കാരായിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു, അതായത് കുറേ ലെഫ്റ്റ് സംഘടനകളുണ്ട്. ആ സംഘടനകളോടൊപ്പം ചേർന്ന് ഈ ഫ്രീ പാലസ്തീൻ അഥവാ പ്രോ പാലസ്തീനിയൻ ഗ്രൂപ്പുകൾ, ഈ ഗ്ലോബൽ ഇന്തിഫാദ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഈ ഒരു എമിഗ്രൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ ടൈം ടു ടൈം അവർ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റും. ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ സംഘടിക്കാൻ പറ്റും. ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഒത്തുകൂടും. ലൊക്കേഷൻ മാപ്പൊക്കെ അവർ വാട്സപ്പിൽ അങ്ങ് ഷെയർ ചെയ്യും. അപ്പോഴത്തേക്കും ആ പരിസരത്തെ ആൾക്കാർ തടിച്ചുകൂടി വരും. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ യു കെ മൊത്തത്തിൽ ഈ ഇല്ലീഗൽ എമിഗ്രൻറ്റിൻ്റെ കയ്യിലാണ്, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. അതിനു മുമ്പ് ഈ ഇല്ലീഗൽ എമിഗ്രൻറ്റിനെ കുറിച്ച് ഇത്രമാത്രം യു കെ ഇപ്പം കൺസേൺ ആവേണ്ട കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ ഇല്ലീഗൽ എമിഗ്രൻറ്റ് പോകുന്ന റൂട്ട് ഞാൻ ആദ്യം ഒന്ന് പറയാം. കലാസി ഐലൻഡ്. ഈ കലാസി ഐലൻഡ് എന്ന് പറയുന്നത് ഇതൊരു ബീച്ചാണ്. കലാസി അഥവാ കലായിസ് എന്ന് വിളിക്കും, കലായിസ് ബീച്ച്. ഇത് ഫ്രാൻസിലാണ് ഈ ഒരു ബീച്ച് ഉള്ളത്. ഞാൻ ഈ ലൊക്കേഷൻ മാപ്പ് ഇവിടെ കാണിക്കാം, അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ ഈ ലണ്ടനും കലാസിയ എന്ന് പറയുന്നത് ഫ്രാൻസിലാണ്. ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്, ഇപ്പോൾ യൂറോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോർച്ചുഗലുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഇറ്റലി ഉണ്ട്. അത് കഴിഞ്ഞാൽ താഴെ അതിനെ ഏറ്റവും കൂടുതൽ കണക്റ്റഡായി കിടക്കുന്ന ഒരു ആഫ്രിക്കൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ മൊറോക്കോയാണ്. ഈ മൊറോക്ക എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കൻ രാജ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഫ്രാൻസും അതുപോലെ ഈ പോർച്ചുഗൽ അതുപോലെ തന്നെ ഈ ഇറ്റലി ഇതെല്ലാം ഇങ്ങനെ ബന്ധിപ്പിച്ച് കിടക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ സ്പെയിനും കൂടിയുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ നിന്നും കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ കുടിയേറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആഫ്രിക്കയിലെ ലൂട്ടിങ്ങിന് പോയതുകൊണ്ടാണ്. അത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാതെ പോകാൻ വയ്യ. ഈ ആഫ്രിക്കൻ സൈഡിൽ നിന്നും ഇത്രമാത്രം കുടിയേറ്റം വരാനുള്ള കാരണം ഈ ഫ്രാൻസ് ഉൾപ്പെടെ ഈ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ രാജ്യമാണത്. അതിനകത്ത് ഇങ്ങനെ ഡീവിയേഷൻസോ രാജ്യങ്ങളോ ഒന്നും തന്നെ വേർതിരിച്ചിരുന്നില്ല, ബോർഡറൊന്നും ഇല്ലായിരുന്നു. ഗോത്രങ്ങളായിട്ടാണ് അവരുള്ളത്. ഒരു പരിധിവരെ ചില ആൾക്കാർ ഒരു ഗോത്ര ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മൊത്തത്തിൽ ഒരു രാജ്യമായിട്ട് തന്നെയാണ് നിന്നിരുന്നത് ആ എൻറ്റയർ കോണ്ടിനെൻറ്റ്. പക്ഷേ അവിടെയാണ് ഫ്രാൻസ്, യൂറോപ്പ് അതുപോലെ യു കെ എല്ലാം കടന്നു ചെന്ന് അവർക്ക് വേണ്ട സ്ഥലങ്ങൾ, എനിക്ക് വേണ്ട സ്ഥലം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവരാണ് 1940s ഇതിനെ ഇങ്ങനെ വേർതിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവർ പങ്കിട്ടെടുത്തതാണ് ഇപ്പം നിലനിൽക്കുന്ന ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ ഇരിക്കുന്ന ഓരോ രാജ്യങ്ങളും. ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾക്കാണ് ഈ പേര് കൊടുത്തിട്ട് പിന്നീട് ഇത് ഒരു രാജ്യമാക്കി മാറ്റിയെടുത്തത്. ആ ചരിത്രം നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം, കാരണം അതൊരു ഫുൾ ലെങ്ത് സംസാരിക്കേണ്ട വേറൊരു സബ്ജക്റ്റാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് വളരെ മിനിമലായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഈ ഫ്രാൻസിലോട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഫ്രാൻസ് ആയാലും ആ പരിസരത്തുള്ള രാജ്യങ്ങളൊന്നും തന്നെ അതിൽ വലിയ രീതിയിൽ ബോധേഡായിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു കുടിയേറ്റം വർദ്ധിച്ചു വരുമ്പോഴാണ് ഈ പ്രശ്നം ഇപ്പോൾ അതിരൂക്ഷമായ നിലയിൽ എത്തി നിൽക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രാൻസ് ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഫ്രാൻസ് ഇതിനെ തടയുകയാണ് ചെയ്തത്. ഫ്രാൻസ് തടഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഇവർക്ക് പേപ്പേഴ്സ് ഒന്നും കിട്ടത്തില്ല. ഇവർക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇവർക്ക് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഒരു രേഖകളും ഫ്രാൻസിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഫ്രാൻസിൽ എത്തിപ്പെടുന്ന ആൾക്കാർ വീണ്ടും ഫ്രാൻസിൽ നിന്നും വേറൊരു സ്ഥലം കുടിയേറാൻ വേണ്ടിയിട്ട് തിരയുന്നത്. അങ്ങനെ തിരയുമ്പോഴാണ് എന്ന് പറഞ്ഞ ഈ ഒരു ഐലൻഡിൽ നിന്നും ഇവർ ഇംഗ്ലീഷ് ചാനൽ വഴി നേരെ അങ്ങ് ബ്രിട്ടനിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നത്, ലണ്ടനിലേക്ക്. അവിടെ നിന്ന് വളരെ അടുത്താണ്. ലണ്ടനിൽ നിന്നും പാരീസിലേക്കും പാരീസിൽ നിന്നും ലണ്ടനിലേക്കും ബസ് സർവീസ് ഉണ്ട്. ഈ ബസ് സർവീസ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ബസ്സിൽ നിങ്ങൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഈ ബസ് പോയിട്ട് ഈ കലാസി ഐലൻഡിൻ്റെ ഭാഗത്തൊരു സ്ഥലത്ത് ഇവർ നിർത്തിയിടും. എന്നിട്ട് ഈ ബസ് വലിയ ബോട്ട് സർവീസ് ഉണ്ട്, കപ്പൽ സർവീസൊക്കെ ഉണ്ട് അവിടെ നിന്ന്. ഈ കലാസി ഐലൻഡിൽ നിന്ന് വലിയ കപ്പലുകൾ ലണ്ടനിലേക്ക് പോകും, ഇംഗ്ലണ്ടിലേക്ക് പോകും, അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരും. അപ്പ് ആൻഡ് ഡൗൺ റൂട്ടാണ്. അപ്പോൾ ഈ ബസ്സെല്ലാം ഡയറക്റ്റ്ലി നേരെ പോയി അങ്ങ് പാർക്ക് ചെയ്യുകയാണ് ഈ കപ്പലിനകത്ത്. എന്നിട്ട് കപ്പൽ നേരെ എടുത്ത് അപ്പുറത്തെ ബോർഡറിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ അതുപോലെ തന്നെ ഇറങ്ങി അങ്ങ് പോകും.
അതായത് ഈ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല, നേരെ കയറി അതിനകത്ത് ഇരുന്നാൽ മതി. ഈ രീതിയിലുള്ള സർവീസൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ലീഗലായിട്ട് പോകുന്ന ആൾക്കാർക്കാണ്, പാസ്പോർട്ടും വിസയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാർക്കാണ്, അല്ലാതെ ഇങ്ങനെ ഇല്ലീഗലായിട്ട് പോകുന്ന ആൾക്കാർക്കല്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു ഇംഗ്ലീഷ് ചാനൽ നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ഇപ്പം ഈ രീതിയിൽ കുടിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? യു കെയിൽ വന്നു കഴിഞ്ഞാൽ വളരെ തകൃതിയായിട്ട് പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ പറ്റും, പേപ്പറൊക്കെ കിട്ടും എന്നുള്ള ഒരു ഡോക്യുമെന്റേഷൻ എല്ലാം കിട്ടും. കുറേ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കെ പൗരനായിട്ട് തന്നെ മാറാൻ പറ്റും. അന്നത്തെ നിയമവ്യവസ്ഥയൊക്കെ അങ്ങനെയായിരുന്നു യു കെയിൽ. ഇപ്പോൾ പല മാറ്റങ്ങളും വരുത്താൻ യു കെ സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യു കെ സർക്കാർ ഈ എമിഗ്രൻറ്റുകളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് മുടക്കുന്ന പൈസയുടെ അളവ് വലിയ തോതിലുള്ള എമൗണ്ടാണ് ചിലവാക്കുന്നത്. യു കെ പാർലമെൻറ്റിൽ കണക്ക് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇനി ഒരു 10 വർഷത്തിലേക്ക് 15 ബില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് ചിലവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 ബില്യൺ. ഇതേ ലെവലിൽ ഈ കുടിയേറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ നിലവിൽ 36,000 ഹോട്ടലുകളിലാണ് ഈ കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലുകൾക്കെല്ലാം ഡെയിലി താരിഫാണ്, നല്ല രീതിയിലുള്ള ബില്ല് വരും. ചില മാസങ്ങളിലൊക്കെ 15 മില്യൺ 16 മില്യൺ ഒക്കെ പേ ചെയ്യുന്നുണ്ട് യു കെ ഗവൺമെൻറ്, അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള എമിഗ്രൻറ്റിന്. അതായത് ഇവർ പറയുന്നത് വെച്ചാൽ യു കെ പറയുന്നത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ട്, ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഓൺലൈനിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇവർ പറയും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ചിലവിൽ നമുക്ക് യു കെയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുക. അങ്ങനെ 21,000 പോസ്റ്റാണ് ഈ കഴിഞ്ഞ ജനുവരി വരെ യു കെ ഗവൺമെൻറ് ഡൗൺ ചെയ്തത്, സോഷ്യൽ മീഡിയയിൽ നിന്നും എടുത്ത് മാറ്റിയത്, നീക്കം ചെയ്തത്. അത്രമാത്രം ഇതിൻ്റെ പുറകിൽ കീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള നടപടി എടുത്തതിൽ വളരെ റീസെൻ്റ് ഋഷി സുനക് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അവർക്കുണ്ടായിരുന്നു. അയാളാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇതിലേക്ക് തീരുമാനങ്ങൾ എടുത്തത്. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോഴും റെക്കോർഡിൽ കിടപ്പുണ്ട്. യു കെ പാർലമെൻറ്റ് ആർക്കൈവ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇപ്പോൾ നിലവിൽ 1 ബില്യൺ സ്റ്റെർലിംഗ് പൗണ്ടാണ്, 1 ബില്യൻ്റെ മുകളിൽ സ്റ്റെർലിംഗ് പൗണ്ടാണ് ഇപ്പോൾ ചിലവാക്കുന്നത് ഈ അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവരെ പുതിയതായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇനി ഒരു 10 വർഷത്തിൽ, അടുത്ത ഡെക്കേഡ്, അത് നെക്സ്റ്റ് 10 ഇയേഴ്സിൽ യു കെ ഏതാണ്ട് 15 ബില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് ചിലവാക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പകരം അവർ ഉദ്ദേശിക്കുന്നത് ഒരു 500 മില്യൺ ആയിക്കോട്ടെ, ഒരു 500 മില്യൺ ചിലവാക്കിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ടെമ്പററി ഷെൽട്ടർ പോലത്തെ പുതിയ വില കുറഞ്ഞ അക്കോമഡേഷൻസ് പണിത് കഴിഞ്ഞാൽ ഇവരെല്ലാം അവിടെ പാർപ്പിക്കാമല്ലോ. പിന്നെ ഈ ഹോട്ടലിന് ബില്ലടയ്ക്കണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗവൺമെൻറ്റിൻ്റെ, അതായത് ആ രാജ്യത്തിൻ്റെ ഈ ഇംഗ്ലീഷുകാരൻ്റെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ഈ ടാക്സ് പേയേഴ്സിൻ്റെ മണി എടുത്ത്, ഈ പൈസ എടുത്താണ് ആ ഗവൺമെൻറ് ഇല്ലീഗൽ എമിഗ്രൻറ്റിനെ തീറ്റിപ്പോറ്റുന്നത്. ഇതിന് കാരണം എന്താണ്? ആ രാജ്യത്തിനുള്ള പരിഷ്കരിക്കപ്പെടാത്ത നിയമവ്യവസ്ഥ, അതാണ് ഇതിൻ്റെ കാരണം. വേറെ ഒരു കാരണമില്ല. കാരണം അവിടെ വോട്ട് വാങ്ങിച്ച് വിജയിച്ച് വരുന്ന ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ, അതായത് ഈ റെഫ്യൂജികളെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കളുണ്ട് അവിടെ, അഥവാ അഭയാർത്ഥികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അവരെടുക്കുന്നത്. അപ്പോൾ അവർ യു കെയിൽ ജനിച്ചവനല്ല, യു കെയിൽ വളർന്നവനല്ല, പൈസയ്ക്കും സമ്പത്തിനും സ്വത്തിനും യു കെ സിറ്റിസൺ ആണെന്ന് അറിയപ്പെടാനും ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആ രാജ്യത്ത് വന്നവനാണ്. അവൻ ആ രാജ്യത്തിനോട് എന്ത് കൂറാണുള്ളത്? അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സോവറിനിറ്റിയോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആക്ച്വലി ലോക്കലായിട്ടുള്ള അവകാശികളായിട്ടുള്ള ബ്രിട്ടീഷുകാരുമായിട്ടോ അവന് യാതൊരു രീതിയിലുള്ള കൂറുമില്ല. അവൻ അങ്ങനെ ഒരു പാട്രിയോട്ടിസം ഒന്നും അവിടെ വരത്തില്ല. അതുകൊണ്ട് അവൻ ആ രാജ്യത്തിനെ നിരുപാധികം വെച്ച് അതിക്കുകയാണ്. യുവമാർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും യുവമാർക്ക് പൈസ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തുകയാണ്. എന്നിട്ട് യുവമാർക്ക് വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി പല രീതിയിലുള്ള പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ്. അവർക്ക് വേണ്ട അക്കോമഡേഷൻസ് എല്ലാം ഹോട്ടലിൽ കിട്ടും. അതായത് നിങ്ങൾ ആലോചിച്ചോണം, നമ്മളുടെ ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് പോകാൻ 8 ലക്ഷം 10 ലക്ഷം ബാങ്ക് ലോൺ എടുത്ത്, സ്റ്റുഡൻറ്റ് വിസ എടുത്ത്, വർക്ക് വിസ എടുത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് കഷ്ടപ്പെട്ട് യു കെയിലെത്തി പണിയെടുത്ത് ആ പൈസ, അതായത് ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാൻ തന്നെ എത്രയോ വർഷങ്ങൾ എടുക്കുന്നുണ്ട്. കടം വീട്ടാൻ അതിലേറെ, ഒരു വീട് വയ്ക്കാൻ അതിലേറെ. ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഓരോ മാസവും യു കെയിലെ എക്സ്പെൻസസും അവരുടെ ഇന്ത്യയിലുള്ള എക്സ്പെൻസസും മറ്റു ഇതര ചിലവുകളും, മെഡിക്കൽ എക്സ്പെൻസസ് ഉള്ള ഇതര ചിലവുകളും പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്ത് ബാക്ക് ടു ബാക്ക് ബഡ്ജറ്റ് ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റി അവിടെ ഉണ്ട്. അത് കേരളത്തിൽ നിന്നൊക്കെ ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരെയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സൊസൈറ്റി അവിടെ പോകുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് എവിടെയെങ്കിലൊക്കെ ചാടി കയറി ഒളിഞ്ഞും പാത്തും ഏതിലെങ്കിലൊക്കെ കള്ളവണ്ടിയൊക്കെ കയറി എവിടെയെങ്കിലും കലാസി ഐലാൻഡിൽ എത്തുക, അവിടെ നിന്ന് ഇംഗ്ലീഷ് ചാനൽ വഴി നേരെ എയറേറ്റഡ് ബോട്ടിൽ ഇങ്ങനെ നേരെ ലണ്ടനിലേക്ക് പോവുക. അവിടെ പോകുമ്പോഴത്തേക്കും അവർക്ക് ബുക്കുമായി, പേപ്പറുമായി, പാസ്പോർട്ടുമായി, ഇവരെ സംരക്ഷിക്കാൻ ആൾക്കാരുമായി എല്ലാം ആയി. എങ്ങനെയുണ്ട്? ഇതാണ് ഇതിൻ്റെ വിരോധാഭാസം. നേരെ ചൊവ്വേ പോകുന്നവന് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ അല്ലാതെ ചാടിപ്പോകുന്നവന് യു കെയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഞാൻ കാണിച്ച മാപ്പും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഞാനിവിടെ വെച്ചിരിക്കുന്നതെല്ലാം റിയലിസ്റ്റിക് ഇമേജ് ഫുട്ടേജസ് ഒക്കെയാണ്.
ഇതെല്ലാം തന്നെ ജേർണലിസ്റ്റുകൾ ഇവരുടെ പുറകെ നടന്ന് അനലൈസ് ചെയ്ത് ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പുറത്ത് വിടുന്ന വിവരങ്ങളാണ്. നിലവിൽ 32,000 ഹോട്ടലുകളിലേക്ക് UK ഗവൺമെന്റ് പൈസ അടയ്ക്കുന്നുണ്ട് ഈ റെഫ്യൂജികൾക്ക് വേണ്ടിയിട്ട്. അത്രയും ഹോട്ടലുകളിൽ ഇവർ താമസിക്കുന്നുണ്ട്. ഈ ഒരു ഇംഗ്ലീഷുകാർ നേരെ തെരുവിലിറങ്ങി ഇപ്പൊ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നില്ലേ, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞ ബെൽ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടൽ ഇതേപോലെ അസൈലം സീക്കേഴ്സ് ആയിട്ടുള്ള റെഫ്യൂജികൾ താമസിക്കുന്ന ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ പരിസരത്താണ് ഒരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു മൈനോറിറ്റി കുട്ടിയെ ഈ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്. അബ്യൂസ് ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത്, ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വരുന്നില്ല. ആ വിഷയത്തിന്റെ പേരിലാണ് ഈ ബെൽ ഹോട്ടലിന് മുമ്പിൽ ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങിയത്. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് തുടങ്ങിയതാണ്. അതിങ്ങനെ ചെറുങ്ങനെ പൊട്ടി പുറപ്പെട്ടാണ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് UK ഈ രീതിയിൽ പൊരിഞ്ഞ അടിയായിട്ട് മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഏത് അവസ്ഥയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇന്ന് കീർ സ്റ്റാർമറൊക്കെ പാർലമെന്റിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ ഇനി വരുന്ന മുറയ്ക്ക് ഞാൻ അറിയിക്കാം. 2025 മാത്രം, ഈ ജനുവരി മുതൽ ഈ ജൂൺ വരെ മാത്രം 51,000 റെഫ്യൂജികൾ ഇതേപോലെ ഇല്ലീഗൽ എമിഗ്രന്റ് കയറി വന്നിട്ടുണ്ട് UK അവരെ എല്ലാവരെയും കൂടി 400 ഹോട്ടലുകളിലായിട്ട് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. 400 ഹോട്ടലുകളായിട്ട്. അതിന്റെയും ബില്ല് UK ഗവൺമെന്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ 2 യൂണിറ്റാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒരു യൂണിറ്റിന്റെ ബില്ല് ഏതാണ്ട് 9 മില്യനും മറ്റൊരു യൂണിറ്റിന്റെ ബില്ല് ഏതാണ്ട് 5.4 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടായിട്ട് കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് ഗവൺമെന്റ്, അതായത് പൊതുജനങ്ങൾക്ക് ചെലവാക്കേണ്ട പൈസ എടുത്ത് ഇങ്ങനെ റെഫ്യൂജികൾക്ക് ചെലവാക്കേണ്ട ഒരു അവസ്ഥ. എന്ത് ദുരന്തമാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. ഓസ്ട്രേലിയ എന്താണ് ചെയ്തത്? ആ ബോട്ടുകളെല്ലാം ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഒരു ബോട്ടും ഇനി ഈ പരിസരത്ത് എടുക്കരുതെന്ന് പറഞ്ഞു അവരെല്ലാം ഇന്തോനേഷ്യക്ക് വിട്ട്. ഈ ഇടയ്ക്ക് ശ്രീലങ്കയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇങ്ങനെ അഭയാർത്ഥികൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഓസ്ട്രേലിയ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഐലൻഡ് ഇവർക്ക് വേണ്ടി തീരുമാനിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ ഡിറ്റൻഷൻ സെന്ററൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ തീരുമാനിച്ച് ഇനിയിപ്പോൾ ഇവന്മാരെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ബോട്ട് നേരെ വഴിതിരിച്ചു വിടുക, ഇന്തോനേഷ്യയിലേക്ക് വിടുന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ആരും ഓസ്ട്രേലിയയിലേക്ക് പോക്കില്ല. ഇപ്പം ആർക്കും ഓസ്ട്രേലിയയിലേക്ക് പോകണ്ട. അതുപോലെ ഇപ്പം UK പാർലമെന്റിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UK ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന ആൾക്കാരെ നേരെ ബോട്ട് തിരിച്ചു വിടുക. എങ്ങോട്ട്? റുവാണ്ടയിലേക്ക്. നേരെ റുവാണ്ടയിലേക്ക് തിരിച്ചു വിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോകണമെന്നുണ്ടെങ്കിൽ ഇനി UK ഇങ്ങനെ ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ട് പോയി കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ റുവാണ്ടയ്ക്ക് വിട്ടാൽ മതി. അതിനുള്ള നിയമമാണ് ഇപ്പോൾ അവിടെ പാസ്സാക്കാൻ പോകുന്നത്. After the brazen tactics of organised criminal groups who were involved in the small boats, using Instagram, TikTok, Facebook to advertise and to say, if you pay a certain amount, we'll provide you a safe journey over to the United Kingdom on a small boat. This is going after those individuals. The law will be drafted and it will be brought in as part of the Border Security, Asylum and Immigration Bill, which is currently going through the House. It will have what's called extraterritorial reach. So it will mean that if someone is doing one of these adverts in France and they travel to the United Kingdom, we will be able to deal with them in the United Kingdom. It will be a criminal offence. We're also introducing sanctions on these gangs to go after their money, which I think is really important. And we've got much better relationships with the French in particular, with our returns policy that we've negotiated, and also now getting the French to look at their tactics on the beaches. How do they deal with people who are in shallow water getting into boats? Because in the past they wouldn't intervene. We're now at the point where they are looking to change that tactic. That's really quite important. So there's a whole range of measures we're introducing. Well, of course we want that to happen, and I know the National Crime Agency has got a really good relationship with these social media providers. I think it's 22,000 of these adverts have been taken down over the last year or so. So there is good work going on. That has to carry on, but we also want to actually go after the individuals and criminalise what they are doing, in that they are selling this false narrative that you can safely travel illegally to the United Kingdom in a small boat for a sum of money. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.